ഹലോ ഗായ്സ്, അപ്പോൾ ചോറ് കുറച്ച് കുറവായതുകൊണ്ട് രാത്രി ഞങ്ങൾ കുക്കറിലാണ് വെക്കാറ്. അങ്ങനെ വിസിലടിച്ച് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പപ്പടം കാച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ചിക്കനാണ് ഇത് സ്പെഷ്യൽ. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയതിന് ശേഷം തോലൊടുക്കി ചതച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വറുക്കുമ്പോൾ നന്നായിട്ട് തോലൊടുക്കി ചതച്ചിട്ടാണ് ഞങ്ങൾ ഇടാറ്. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ മസാല ആക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ അതേപോലെ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ട് മസാല ആക്കി കുറച്ച് നേരം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സെറ്റായതിന് ശേഷം നന്നായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് വെച്ച് നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഓരോരോ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചിക്കൻ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കരിവേപ്പിൻ്റെ ശേഷം വെളുത്തുള്ളി ചതച്ചത് അതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ വെളുത്തുള്ളി കൂട്ടിയിട്ട് കടിച്ചിട്ട് ഈ ഒരു ചിക്കൻ പീസ് തിന്നാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തത് കുറച്ച് കോഴിമുട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അടുത്തത് ഞങ്ങൾക്ക് ചെറിയൊരു തക്കാളി കറിയാണ് രാത്രിക്ക്. ഇപ്പോൾ കുറച്ച് മതിയല്ലോ, അപ്പോൾ കുറച്ച് തക്കാളി കറി ഇട്ടോ. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക. നന്നായിട്ട് വാട്ടിയതിൻ്റെ ശേഷം അതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളി, എന്നിട്ട് അത് നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഉപ്പിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണം. ഒന്ന് സെറ്റാവണ വരെ അടച്ച് വെക്കണം. നന്നായിട്ട് വാടിയതിൻ്റെ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ തക്കാളി കറി എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം തക്കാളി കറി. പിന്നെ ലാസ്റ്റ് കുറച്ച് കൈപ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കാതെ വെച്ചു. കടുക് ഇട്ടിട്ട് പച്ചമുളകും കരിവേപ്പിൻ്റെ ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈപ്പങ്ങയൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ പാറുക്കുട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പാറുക്കുട്ടി നമ്മ എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ EVSൻ്റെയും കളറിങ്ങിൻ്റെയും എക്സാമാണ്. അപ്പോൾ അവൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരമൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ കുറേ നേരം ആദിക്കുട്ടനെ കളിപ്പിച്ചു. അമ്മ എന്നോട് വർത്താനം പറഞ്ഞിട്ട് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ആദിക്കുട്ടൻ എന്താണെന്നറിയില്ല, ഭയങ്കര ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിൻ്റെതായ ചെറിയ ക്ഷീണത്തിലാണ്. ലാസ്റ്റ് അവൻ ഉറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛൻ വീഡിയോ കോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛനോട് കുറേ കോപ്രായം കാര്യങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആദിക്കുട്ടൻ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് ഉണ്ണേട്ടൻ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പാറുക്കുട്ടി അവിടെ ഒരു സൈഡിൽ കളർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യക്കൂട്ടൻ അവനെ ഫ്രെയിം വലുതാക്കുന്നുണ്ടായിരുന്നു, അച്ഛനെ ഫ്രെയിമിൽ വലുതാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരെ ഉറക്കിയതിന് ശേഷം ഉണന്നതിന് ശേഷം ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കമ്പുണ്ട്, പിന്നെ കുറച്ച് പാൽ അവർക്ക് കാച്ചിട്ടുണ്ട് കേട്ടോ. പാലിൻ്റെ ആൾക്കാരാണ് രണ്ടുപേരും. അപ്പോൾ കുറച്ച് പാലും കമ്പും കൂട്ടിയിട്ട് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട്. മധുരമുള്ള കമ്പും ഉണ്ടായിരുന്നു, മധുരമില്ലാത്ത മറ്റേ ടൈപ്പ് കമ്പും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മധുരമില്ലാത്ത കമ്പാണ് ഇഷ്ടം കേട്ടോ. പാറുക്കുട്ടിക്കും ആദ്യം മധുരമുള്ള കമ്പാണ് ഇഷ്ടം. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കിളീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കിളീനോടൊക്കെ ആദ്യം പാറും കൂടി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കിളീൻ്റെ മേലെ മറ്റൊരു കിളി ഇരുന്ന് തിന്നണ കാണുമ്പോൾ ഭയങ്കര രസം കേട്ടോ. പിന്നെ പൂവിട്ട വീഡിയോസൊക്കെ ഞാൻ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.